നീണ്ട 14 വർഷം അഭിനയിച്ച ആദ്യത്തെ 3 സീരിയലും വമ്പൻ പരാജയങ്ങൾ. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അഭിനയം അവസാനിപ്പിക്കാമെന്നുവരെ ചിന്തിച്ചിട്ടുണ്ട് റെബേക്ക സന്തോഷ്. പക്ഷെ അഞ്ചാമതായി വീണു കിട്ടിയ അവസരം അത് ആഘോഷമാക്കി. കസ്തൂരിമാൻ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ നായികാവേഷം പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു. 2017 റെബേക്കയെ തേടി കസ്തൂരിമാൻ എത്തുന്നത്. ഇന്നും പ്രേക്ഷകർക്ക് റെബേക്ക കാവ്യയാണ്. ഒരിടവേളയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിലെ നമ്പർ 1 പരമ്പരയായ ചെമ്പനീർ പൂവിലെ രേവതിയായി വീണ്ടും എത്തിയിരിക്കുകയാണവർ. എന്നാൽ ആദ്യ നായികയ്ക്ക് പകരക്കാരിയായി വന്ന റെബേക്കയെ എതിരേറ്റത് എതിർപ്പുകളായിരുന്നു. പുതിയ സീരിയൽ വേഷങ്ങൾക്കൊപ്പം ഹേറ്റേഴ്സിനോടും റെബേക്കയ്ക്ക് ചിലത് പറയാനുണ്ട്. കസ്തൂരിമാനിന് ശേഷം അഭിനയിച്ച സീരിയലായിരുന്നു സൂര്യ ടിവിയിലെ കളിവീട്. 1000 എപ്പിസോഡ് പിന്നിട്ടപ്പോൾ സീരിയൽ നിർത്താമെന്ന ആലോചന വന്നു. ആ സമയത്താണ് ഏഷ്യാനെറ്റിൽ നിന്ന് ചെമ്പനീർ പൂവിൻ്റെ ഓഫർ വരുന്നത്. ചാനലിലെ ഇപ്പോഴത്തെ നമ്പർ 1 സീരിയലിലെ നായികാവേഷം എന്നത് നല്ലൊരവസരമായി തോന്നി. നായികയുടെ പകരക്കാരിയാവുന്നതിനെപ്പറ്റി കുറേ ചിന്തിച്ചിരുന്നു. പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. സീരിയലിലെ സച്ചി രേവതി കോംബോ ആളുകൾ അത്രയും പ്രിയപ്പെട്ടതാണ്. 200 എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സീരിയലിൻ്റെ ഭാഗമാവുന്നത്. പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. ബോൾഡായ നായികാവേഷത്തിലെ ആളുകൾ എന്നെ കണ്ടിട്ടുള്ളൂ. രേവതി എന്ന കഥാപാത്രത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ഏറ്റെടുക്കുന്നത്. 18-ാം വയസ്സിലാണ് ഞാൻ 28-കാരിയായ വക്കീൽ കാവ്യയെ അവതരിപ്പിച്ചത്. ഞാൻ ചെയ്തതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം അതായിരുന്നു. ചെമ്പനി പൂവ് ചെയ്യുമ്പോൾ ആദ്യ നായിക ചെയ്തതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ. ആ കുട്ടി തമിഴിലും തെലുഗുവിലും മലയാളത്തിലും ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. സീരിയലിൻ്റെ നട്ടലായ ആദ്യത്തെ 100 എപ്പിസോഡ് കഴിഞ്ഞ് കഥയുടെ 2ാം ഘട്ടത്തിലാണ് ഞാൻ എത്തുന്നത്. രൂപവും ശരീരഭാഷയും എല്ലാം ശ്രദ്ധിക്കണം. സംവിധായകനോടും നിർമ്മാതാവിനോടുമെല്ലാം കൃത്യമായ അഭിപ്രായങ്ങൾ ചോദിച്ചാണ് ഞാൻ തയ്യാറെടുത്തത്. എന്നിട്ടും ജീവിതത്തിൽ ഇന്നുവരെ കേൾക്കാത്ത നെഗറ്റീവ് കമൻറ്റുകളാണ് ഞാനിപ്പോൾ കേൾക്കുന്നത്. സാധാരണ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുക. ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു, പിന്നെ കാര്യമാക്കാതായി. എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ടും തീർന്നില്ല. സംഭവം വ്യക്തിഹത്യയിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് ഈ വേഷം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മാനസികമായി തളർത്താൻ ആരോ ശ്രമിക്കുന്നതായി തോന്നി. സാർ, ഞാനില്ല, ആ കുട്ടിയെ തന്നെ വിളിച്ചോളൂ എന്ന് എന്നെക്കൊണ്ട് തന്നെ പറയിക്കുന്ന വിധത്തിൽ ഹരാസ്മെൻറ്റിലേക്ക് അത് മാറി. എനിക്ക് ഏഷ്യാനെറ്റിൽ പിടിപാടുണ്ട് എന്നൊക്കെ തരത്തിലുള്ള റൂമേഴ്സും കേൾക്കുന്നുണ്ട്. നിനക്ക് ഇറങ്ങിപ്പോയിക്കൂടെ ജന്തു എന്നൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നത് എൻ്റെ ജോലിയാണ്, ഞാൻ ചെയ്യുന്നത്. സീരിയൽ ടീം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഓഫർ നിരസിക്കാനുള്ള കാരണങ്ങളൊന്നും തോന്നിയതുമില്ല. അത്രയും മോശം അഭിനേതാവല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ അവരെന്നെ വിളിക്കില്ലല്ലോ. അഭിനയം നിർത്തും, അല്ലെങ്കിൽ എന്നെ പിടിച്ചു പുറത്താക്കണം. എന്നേക്കാൾ നല്ലൊരു ആർട്ടിസ്റ്റിനെ വേണമെന്ന് നിർമ്മാതാവിനോ ചാനലിനോ തോന്നിയാൽ അവരങ്ങനെ ചെയ്തോട്ടെ. പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. അല്ലാതെ ഒരു ഭീഷണിയെയും ഭയന്ന് ഞാൻ പിന്മാറില്ലെന്നും റെബേക്ക പറയുന്നു. റെബേക്കയുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ പൂജയും റാണിയും രേവതിയുമൊക്കെ ഉണ്ടെങ്കിലും കാവ്യയോടാണ് അല്പം ഇഷ്ടക്കൂടുതൽ. കസ്തൂരിമാനിൽ അനിയത്തി കഥാപാത്രമായ കീർത്തിയെ അവതരിപ്പിക്കാനെത്തിയതായിരുന്നു ഞാൻ. അവിടുന്ന് പ്രൊമോഷൻ കിട്ടിയാണ് കാവ്യയായത്. അനിയത്തിയേക്കാളും താഴെയുള്ള കഥാപാത്രമാണെന്നാണ് ആദ്യം കരുതിയത്. പിന്നെയാണ് വക്കീലാണെന്നും ഹീറോയിനാണെന്നും മനസ്സിലായത്. പിറ്റേ ദിവസം തന്നെ ഷൂട്ടും തുടങ്ങി. 1000 എപ്പിസോഡാണ് ചെയ്തത്. ഇപ്പോൾ അഭിനയം മോശമാണെന്ന കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ എൻ്റെ കൂടെ ഇത്രയും നാൾ അഭിനയിച്ചവരോടൊക്കെ ചോദിക്കും, എടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. റെബേക്കയ്ക്ക് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റില്ല. ബോൾഡായ മറ്റ് കഥാപാത്രങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് പ്രേക്ഷകർ വിചാരിക്കുന്നത്. എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണ്ടേ? കളിവീടിൽ ഡബിൾ റോളിൽ നെഗറ്റീവും പോസിറ്റീവുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. കാവ്യ എന്ന കഥാപാത്രം ഓരോ പ്രശ്നത്തോടും പ്രതികരിക്കുന്നതും എന്നെ വ്യക്തിപരമായി സ്വാധീനിച്ചിട്ടുണ്ട്. 4 വർഷം തുടർച്ചയായി ഒരേ കഥാപാത്രം ചെയ്തപ്പോൾ ബോൾഡ്നെസ് എനിക്ക് വന്നു. കുറേ നാളുകളായി ഞാൻ ഗ്ലിസറിൻ ഉപയോഗിക്കാറില്ല. സുരഭി ചേച്ചിയുടെ കൂടെ മിന്നാമിനുങ്ങ് എന്ന സിനിമ ചെയ്തിരുന്നു. അപ്പോൾ ചേച്ചിയാണ് ഗ്ലിസറിൻ ഉപയോഗിക്കാതെ കരയാനുള്ള വഴി പറഞ്ഞു തന്നത്. ആ ടെക്നിക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഗ്ലിസറിൻ ഉപയോഗിച്ചാൽ അഡിക്റ്റ് ആവും. ഗ്ലിസറിൻ ഇല്ലാതെ കരയുമ്പോൾ കിട്ടുന്ന സ്വാഭാവികതയും ആഴവും സ്ക്രീനിൽ കണ്ടാൽ മനസ്സിലാകും. കളിവീടിൽ അനാഥാലയത്തിലെ ഒരു കൊച്ചിന് പാല് കൊടുക്കാൻ പോകുന്ന സീൻ ചെയ്തപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ മുഖമാണ് മനസ്സിൽ വന്നത്. ഞാനൊരമ്മയല്ല, എന്നിട്ടും ആ സീനിൽ കരഞ്ഞുപോയി. 8 വർഷത്തിലേറെയായി സീരിയൽ രംഗത്തുണ്ട്. തുടക്കകാലത്ത് ജനാർദ്ദനൻ നായരുടെ സീരിയലിൽ അഭിനയിച്ചിരുന്നു. അദ്ദേഹമാണ് ശരിക്കും അഭിനയം പഠിപ്പിച്ചത്. ആത്മധൈര്യം നൽകിയതും അദ്ദേഹമാണ്. എന്നാൽ ആ സീരിയൽ 50 എപ്പിസോഡേ പോയുള്ളൂ. അതിനുശേഷം മിഴിരണ്ടിലും ചെയ്തു. അതും 50 എപ്പിസോഡോ പോയിട്ടുള്ളൂ. അങ്ങനെ കുറേ തോൽവികളെ ഏറ്റുവാങ്ങിയിട്ടാണ് കാവ്യയിലേക്ക് എത്തുന്നത്. അന്ന് ചെറിയ പ്രായമല്ലേ. മിഴിരണ്ടിലും ചെയ്യുമ്പോൾ സീനിയേഴ്സ് ആരും തന്നെ ഇങ്ങനെ ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറഞ്ഞു തന്നില്ല.
പിന്നീട് ഞാൻ സീനിയറായി. പുതിയ കുട്ടികൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ മനസ്സിരുത്തി പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ ആളുകളുണ്ട്. ഇംപ്രൂവ് ചെയ്യാനുള്ള സമയമുണ്ട്, അവസരങ്ങളുണ്ട്. പക്ഷെ ചില കുട്ടികൾക്ക് പാഷനുണ്ടെങ്കിലും പ്രശസ്തി കിട്ടിക്കഴിയുമ്പോൾ തലക്കനം കാണിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ കരിയർ എവിടെയും എത്താതെ അവസാനിച്ചു പോകും. ഇനി എൻ്റെ സ്വപ്നം സംവിധാനമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഭർത്താവ് ശ്രീജിത്ത് വിജയൻ തിരക്കഥ എഴുതും. അദ്ദേഹം കഥ പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ അതെങ്ങനെ സംവിധാനം ചെയ്യുമെന്നാണ് ചിന്ത. അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റായി ഒരു സിനിമ ചെയ്തു, ഷീറോ, സണ്ണി ലിയോണിൻ്റെ പടം. അത് റിലീസായിട്ടില്ല. 5-6 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഞങ്ങൾ വിവാഹിതരായത്. സൂര്യയിലും ഇഴിരണ്ടിലും പ്രൊമോഷനു വേണ്ടി വന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എൻ്റെ ഇഷ്ടം അദ്ദേഹത്തോട് പറയുകയായിരുന്നു. ഞങ്ങൾ തമ്മിൽ 13 വയസ്സ് പ്രായവ്യത്യാസമുണ്ട്. പരസ്പരം മനസ്സിലാക്കുന്നിടത്താണ് ബന്ധം മനോഹരമാകുന്നത്. മാസത്തിൽ 15 ദിവസവും എനിക്ക് ഷൂട്ടുണ്ടാകും. അതിനിടയിൽ സംരംഭവും തുടങ്ങി. അദ്ദേഹം സിനിമാറ്റോഗ്രാഫറായിരുന്നു, ഡയറക്ടറാണ്, എഴുതുന്നുമുണ്ട്. നല്ല ക്ഷമയുള്ളയാളാണ്. എപ്പോഴും കഥയെക്കുറിച്ചുള്ള ചിന്തയാകും. എൻ്റെ സംവിധാന മോഹത്തെ അദ്ദേഹം എപ്പോഴും പിന്തുണയ്ക്കും. സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നൊരു പെൺകുട്ടി ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഇനി വരുന്നവർക്കും പ്രചോദനമാകുമല്ലോ. ഒരു ചെറിയ കഥയുണ്ട്, അത് തുടങ്ങണം എന്നാണ് റെബേക്ക പറഞ്ഞത്. കുഞ്ഞിലെ അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം. സിനിമയെന്നോ സീരിയലെന്നോ ഇല്ല. ഏതായാലും ഞാൻ ചെയ്യുന്ന തൊഴിലൊന്നാണ്. അഭിനയം തുടക്കകാലത്ത് സീരിയലിൽ നിന്ന് വന്നൊരാളാണ് എന്ന പേര് വന്നു. എനിക്ക് റെബേക്ക സന്തോഷ് എന്ന ലേബൽ തന്നത് സീരിയലാണ്. ആ ചോറിനെ തള്ളിപ്പറയാൻ എനിക്ക് തോന്നിയില്ല. പൂമരത്തിൻ്റെ ഓഡീഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. കുറേ കാത്തിരുന്നിട്ടും വിളിക്കാതായപ്പോൾ പിന്മാറി. സീരിയലായാലും ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ മൊത്തത്തിൽ മാറ്റങ്ങളുണ്ടെങ്കിലും സിനിമാ നടി, സീരിയൽ നടി എന്നല്ലാതെ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാൻ ആരും മുതിരുന്നില്ല. അഭിനയം പാഷനാണെങ്കിൽ റബേക്കയുടെ പ്രൊഫഷൻ ബിസിനസ്സാണ്. ബിസിനസ് അനലിസ്റ്റാണ് ഞാൻ. തൊടുപുഴയിൽ ചമക് എന്ന ബുട്ടിക്കുണ്ട്. അതിനെ വിപുലമാക്കണം. അഭിനയം പാഷനായതുകൊണ്ട് ചെയ്യുന്നു. എന്നാൽ പുതിയ റോളുകൾ വരുന്നത് വരെയുള്ളൂ. സംരംഭത്തിൻ്റെ നടത്തിപ്പിൽ കഷ്ടപ്പാടുണ്ട്. ഓടാൻ പറ്റുന്ന കാലത്തോളം മാക്സിമം ഓടുക. ഭാവിയിലേക്ക് വേണ്ടിയാണ് സംരംഭത്തെ കാണുന്നത്. ആ കാര്യത്തിൽ അപ്പൻ്റെ സ്വാധീനമുണ്ട്. അപ്പൻ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാളാണ്. ബുട്ടീക്ക് തുടങ്ങിയപ്പോൾ വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓടി നടക്കേണ്ട എന്നായിരുന്നു അമ്മയ്ക്ക് സങ്കടം. അവൾക്ക് ഇപ്പോഴാണ് നല്ല കാലം, ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യട്ടെ എന്ന് അപ്പൻ പറഞ്ഞു. പല കാര്യത്തിലും ഞാൻ അപ്പനെ പോലെയാണ്. ഷൂട്ടിനായുള്ള യാത്രകളൊക്കെ തനിച്ചാണ്.